നീ വിഷമിക്കാതിരിക്കുക അപ്പൂസേ. നിന്റെ അമ്മായിയെ കൊണ്ട് ഈ കല്യാണത്തിന് സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. പറഞ്ഞു കേട്ടത് വെച്ച് എനിക്കും ആഗ്രഹമുണ്ട് അരുന്ധതി അവളെ സ്നേഹിക്കുന്ന ആ ആൾക്കൊപ്പം സന്തോഷത്തോടെ ഒരു കുടുംബജീവിതം നയിക്കുന്നത് കാണാൻ. കാര്യങ്ങളൊക്കെ അപ്പു വിളിച്ചു പറഞ്ഞതും യാത്ര ചെയ്യാൻ വയ്യ എങ്കിലും അരുന്ധതിയോടുള്ള സ്നേഹം ഒന്നുകൊണ്ട് മാത്രമാണ് അവരോട് സംസാരിക്കാനായി ഐഷുമ്മ മലപ്പുറത്ത് നിന്ന് ഇന്നിങ്ങ് വന്നത്. രാവിലെ അമ്മ കോളേജിൽ പോകും വഴി അപ്പുവിൻ്റെ അടുത്തേക്ക് ആളെ കൊണ്ട് വന്ന് വിട്ടിട്ടാണ് പോയത്. ഐഷുമ്മച്ചി പറഞ്ഞാൽ അമ്മായി കേൾക്കും. എൻ്റെ കാശിയേട്ടൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അമ്മായിയുടെ കല്യാണം. ഐഷുമ്മയുടെ മടിയിൽ കിടന്നാണ് അപ്പു ഈ പറയുന്നത്. പിന്നെന്താ, എൻ്റെ കുഞ്ഞുങ്ങളുടെ ആഗ്രഹം സാധിച്ചു തരാൻ വേണ്ടിയല്ലേ ഞാൻ വന്നത്. ഐഷുമ്മ അവളുടെ തലയിലെ മുഖത്തുമൊക്കെ തലോടിക്കൊണ്ട് വാത്സല്യത്തോടെ പറഞ്ഞു. ഐഷുമ്മച്ചി കുറേ ദിവസം ഞങ്ങളുടെ കൂടെ വന്ന് നിൽക്കുവോ? അപ്പു ഒരു കൊഞ്ചലോടെ തിരക്കി. 2 ദിവസം നിൽക്കും. അതിനിടയ്ക്ക് അവളെ കൊണ്ട് കല്യാണത്തിന് സമ്മതിപ്പിക്കണം. മുഖം കുനിച്ച് അവളുടെ നെറ്റിയിൽ ഉമ്മ വെച്ചുകൊണ്ട് ഐഷുമ്മ പറഞ്ഞു. അതെന്താ ഞങ്ങളുടെ കൂടെ കുറച്ചു ദിവസം നിൽക്കാതെ പോകുന്നത്? അപ്പു മുഖം കയറ്റി പിടിച്ചുകൊണ്ട് അവരോട് തിരക്കി. ഞാനിപ്പോൾ 2 ദിവസം നിനക്കും കാശിക്കുമൊപ്പം ഇവിടെ തന്നെ അല്ലേ നിൽക്കുക. പിന്നെന്താ ഈ മുഖം ഇങ്ങനെ വീർപ്പിക്കുന്നേ? എൻ്റെ കുഞ്ഞിൻ്റെ ചിരിച്ച മുഖം കാണാൻ എന്താ ചന്തമെന്ന് അറിയോ? അപ്പുവിൻ്റെ കവളിൽ ഒന്ന് കൊത്തിക്കൊണ്ട് അവർ വാത്സല്യത്തോടെ പറഞ്ഞു. അത്രയ്ക്ക് സുന്ദരിയാണോ ഞാൻ? അപ്പു നാണത്തോടെ തിരക്കി. അതേലോ, ഒരുപാട് സുന്ദരിയാണ് ഐഷുമ്മച്ചിയുടെ പൊന്നുമോള്. അവർ അവളെ വാത്സല്യത്തോടെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് പറഞ്ഞു. എൻ്റെ ഈ ഐഷുക്കുട്ടിയെപ്പോലെ സുന്ദരിയല്ലേ? പറഞ്ഞിട്ട് അപ്പു അവരുടെ കവളിൽ മെല്ലെ ഒന്ന് വലിച്ചു വിട്ടുകൊണ്ട് പതുങ്ങി ചിരിച്ചു. ഇപ്പം നിന്റെ പരീക്ഷയൊക്കെ കഴിഞ്ഞില്ലേ? ഞാൻ തിരികെ പോകുമ്പോൾ എൻ്റെ കൂടെ വാ. ഇനി കുറേ കാലം നമുക്കവിടെ അറയ്ക്കൽ കൂടാം. ചിരി ഒളിപ്പിച്ചുകൊണ്ട് ഐഷുമ്മ അപ്പുവിനോട് പറഞ്ഞു. യോ, അത് പറ്റില്ല. ഞാൻ വന്ന എൻ്റെ കാശിയേട്ടൻ ഒറ്റയ്ക്കാവും. അല്ലെങ്കിലും എനിക്ക് എൻ്റെ കാശിയേട്ടൻ ഇല്ലാതെ എവിടെയും പോകാൻ ഇഷ്ടമല്ല. ഒരു നിമിഷം പോലും ചിന്തിക്കാനില്ലാതെ ചുണ്ട് കൂർപ്പിച്ചുകൊണ്ട് അപ്പു പറഞ്ഞു. അപ്പോൾ ഞാനെൻ്റെ ഭർത്താവിനെ വിട്ടിട്ട് ഇങ്ങോട്ട് വന്നതോ? ഐഷുമ്മ കണ്ണു ചുരുക്കി അപ്പുവിനെ നോക്കി. അതിപ്പോ അത് അപ്പു അവരോട് തിരികെ എന്ത് പറയണം എന്നറിയാതെ വിക്കി. ഐഷുമ്മച്ചി വെറുതെ പറഞ്ഞതാണ്. എൻ്റെ മോൾ എവിടെയായാലും എന്നും കാശിയുടെ കൂടെ ഇതുപോലെ സന്തോഷത്തോടെ കഴിയുന്നത് കാണാനാണ് എനിക്കിഷ്ടം. അവരുടെ ആ മറുപടിയിൽ അപ്പുവിൻ്റെ മുഖം ഒന്ന് തെളിഞ്ഞു. അവൾ അവരെ കെട്ടിപ്പിടിച്ച് കവളിൽ മുത്തിയാണ് സന്തോഷം പ്രകടിപ്പിച്ചത്. അരുന്ധതി, എന്താ ഒന്നും മിണ്ടാത്തത്? പിള്ളേര് പറഞ്ഞത് നല്ലൊരു കാര്യമല്ലേ മോളെ? നീ സന്തോഷമായിട്ട് ജീവിച്ചു കാണുന്നതല്ലേ അവരുടെയും സന്തോഷം? അരുന്ധതിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഐഷുമ്മ ചോദിച്ചു. അതൊന്നും ശരിയാവല്ലോ ഞാനിനി ഈ പ്രായത്തിൽ ഒരു വിവാഹ ജീവിതമൊന്നും എനിക്ക് വേണ്ട. ഇനിയുള്ള കാലം എൻ്റെ മക്കളുടെ ഒപ്പം അവരുടെ കുടുംബത്തിനും കുഞ്ഞുങ്ങൾക്കും ഒപ്പം സന്തോഷമായി കഴിയണം. അത്രയേ ഉള്ളൂ എൻ്റെ മനസ്സിൽ. എന്തിനോ നിറഞ്ഞു വന്ന കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് അരുന്ധതി പറഞ്ഞു. അവരുടെ കണ്ണ് നിറഞ്ഞത് കാണേ കാശി അവിടെ നിന്ന് മെല്ലെ എഴുന്നേറ്റ് ആ മുറിക്ക് പുറത്തിറങ്ങി. പിന്നാലെ മോനെയും എടുത്ത് മനുവും. അതിന് നീ അങ്ങ് വയസ്സായിപ്പോയോ അരുന്ധതി? 50 വയസ്സ് ഒരു വലിയ പ്രായമൊന്നുമല്ല കുഞ്ഞ്. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഒരു കൂട്ടുണ്ടായിരുന്നുവെങ്കിൽ എന്ന് നിനക്ക് തന്നെ തോന്നും. അന്ന് ഒരുപാട് വൈകിപ്പോയിട്ടുമുണ്ടാവും. നിന്റെ അമ്മയുടെ പ്രായമുണ്ടെനിക്ക്. ഞാൻ പറയുന്നത് ഓരോരുത്തരുടെയും അനുഭവങ്ങൾ കണ്ടാണ്. ഇന്ന് നിന്റെ മക്കൾ നിനക്ക് തിരിച്ചു തരാൻ നോക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് നിന്റെ കയ്യിൽ നിന്ന് ഊർന്നുപോയ നിന്റെ ജീവിതമാണ്. നീ സമ്മതിച്ചാൽ അത് അവർക്കും സന്തോഷമായിരിക്കും. നിറഞ്ഞ മിഴികളോടെ തന്നെ ദയനീയമായി നോക്കിയിരിക്കുന്ന അരുന്ധതിയെ ചേർത്ത് പിടിച്ച് ഒരമ്മയെപ്പോലെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു ഐഷുമ്മ. എന്തായി ഐഷുമ്മച്ചി? അമ്മായി എന്ത് പറഞ്ഞു? ഇപ്പോഴും കരയാണോ? ഐഷുമ്മ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നതും അപ്പു അവരെ പിടിച്ച് അടുത്തിരുത്തിയിട്ട് ചോദിച്ചു. എന്താവാൻ, കരച്ചിൽ തന്നെ കരച്ചിൽ. ഉടുത്തിരുന്ന കോട്ടൺ സാരിയുടെ തുമ്പുയർത്തി മുഖമൊന്ന് തുടച്ചുകൊണ്ട് ഐഷുമ്മ പറഞ്ഞു. അമ്മായിക്ക് തീരെ പറ്റുന്നില്ല എങ്കിൽ ഇന്ന് നിർബന്ധിക്കേണ്ട കാശിയേട്ടാ. പാവമല്ലേ, 2 ദിവസമായിട്ട് ഒത്തിരി കരഞ്ഞു. അരുന്ധതി സമ്മതിച്ചില്ല എന്ന് മനസ്സിലായ അപ്പു അടുത്തിരുന്ന കാശിയോട് പറഞ്ഞു. എൻ്റെ പൊന്നു മോളെ, നീ ഒന്ന് പതിയെ പറഞ്ഞേ. ഞാൻ ആ പെണ്ണിനെ ഒരുവിധം സമ്മതിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. ഇനി നീ പറയുന്നത് കേട്ട് വേണം അവൾ അത് വേണ്ടാന്ന് വെക്കാൻ. അപ്പുവിൻ്റെ വായ പൊത്തിക്കൊണ്ട് ഐഷുമ്മ വെപ്രാളത്തോടെ പറഞ്ഞു. അപ്പോൾ അമ്മ സമ്മതിച്ചോ? കാശി ആകാംക്ഷയോടെ നിറഞ്ഞു വന്ന കണ്ണുകളോടെ ചോദിച്ചുവെങ്കിൽ ബാക്കിയുള്ളവർ അതിലും ആകാംക്ഷയോടെ ഐഷുമ്മയുടെ മറുപടി കേൾക്കാൻ കാതോർത്തിരുന്നു. സമ്മതിച്ചോ എന്നല്ല, ഞാൻ സമ്മതിപ്പിച്ചു. പാവം, ഒരുപാട് കരഞ്ഞു. ഇനിയെങ്കിലും അവളൊരു നല്ല ജീവിതം അർഹിക്കുന്നു എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ അതിനെ ഇത്രയും നിർബന്ധിച്ചത്. അരുന്ധതിയുടെ സങ്കടം കണ്ട് നിറഞ്ഞുപോയ കണ്ണുകൾ ഒന്നുകൂടെ തുടച്ചുകൊണ്ട് ഐഷുമ്മ പറഞ്ഞു. എൻ്റെ ശാന്തി, അവൾ സേതുവിനൊപ്പം സന്തോഷത്തോടെ തന്നെ കഴിയും, അതെനിക്ക് ഉറപ്പുണ്ട്. സന്തോഷം കൊണ്ട് നിറഞ്ഞുപോയ കണ്ണുകൾ തുടച്ചുകൊണ്ട് ശിവദാസനും പറഞ്ഞു. ഞങ്ങളൊന്ന് അമ്മയെ കണ്ടിട്ട് വരാം. മനുവിനെ ഒന്ന് നോക്കിയിട്ട് കാശി അരുന്ധതിയുടെ റൂമിലേക്ക് പോയി. അവന് പിന്നാലെ തന്നെ മനുവും പോയി. അമ്മേ, ഡ്രസ്സിൽ ചാരി എന്തോ ചിന്തിച്ച് കണ്ണു നിറച്ചിരിക്കുന്ന അരുന്ധതിയെ വിളിച്ചുകൊണ്ട് അടുത്തേക്ക് വന്നു അവരോട് ചേർന്നിരുന്നു കാശി. പിന്നാലെ വന്ന മനു അവരുടെ മറു സൈഡിലും ഇരുന്നു. അമ്മയ്ക്ക് സങ്കടമാണോ?
കാശി വിളിച്ചിട്ട് മുഖമുയർത്തി നോക്കാതെ ഇരിക്കുന്നവരോട് മനു തിരക്കി. അമ്മയ്ക്ക് നിങ്ങൾ 2 മക്കളില്ലേ? നിങ്ങളുടെ കുടുംബത്തോടൊപ്പം ജീവിച്ചാൽ മതിയായിരുന്നു. ഇരു കൈകൊണ്ട് 2 മക്കളെയും ചേർത്ത് പിടിച്ച് വിങ്ങി വിതുമ്പിക്കൊണ്ട് അരുന്ധതി പറഞ്ഞു. അമ്മയുടെ ഒപ്പം ഞങ്ങൾ 2 മക്കളും മരുമക്കളും കണ്ണനും അങ്കിളും ഒക്കെ ഉണ്ടാവും. കൂടെ സേതു അച്ഛനും. കാശി അമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. അമ്മ ഇനിയെങ്കിലും സേതു അങ്കിളിന്റെ ഒപ്പം സന്തോഷമായിട്ട് ജീവിക്കുന്നത് കാണാനാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. മനു കൂടെ പറഞ്ഞത് നനവൂറിയ മിഴികളോടെ അവർ തനിക്ക് ഇരുവശവും തന്നെ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്ന മക്കളെ നോക്കി. അമ്മ സമ്മതിച്ചല്ലോ. എനിക്കെൻ്റെ മക്കളുടെ സന്തോഷം തന്നെയാണ് വലുത്. ഒത്തിരി വൈകി എനിക്ക് കിട്ടിയ നിധിയാണ് എൻ്റെ മക്കൾ. നിങ്ങൾക്ക് സന്തോഷം തരുന്ന എന്തും ചെയ്യാൻ അമ്മയ്ക്ക് സമ്മതമാണ്. അമ്മയ്ക്ക് നിങ്ങളുടെ മുഖത്തെ ഈ തെളിഞ്ഞ ചിരി കണ്ടാൽ മതി. അരുന്ധതി പറഞ്ഞതും രണ്ടാളും ഒരുപോലെ അവരുടെ ഇരു ചുമലിലും മുഖം ചായച്ചിരുന്നു. സേതു അങ്കിൾ നല്ല ആളാണ്. ഞങ്ങളുടെ അമ്മയെ പൊന്നുപോലെ നോക്കും. മനു അവരെ നോക്കി കണ്ണ് ചിമ്മിക്കൊണ്ട് പറഞ്ഞു. പിന്നെ എൻ്റെ അമ്മ ഒറ്റയ്ക്കല്ല കേട്ടോ. അമ്മയുടെ കൺവട്ടത്ത് അമ്മ എപ്പോൾ ആഗ്രഹിക്കുന്നു ആ നിമിഷം അമ്മയ്ക്കരികിൽ ഞങ്ങളുണ്ടാവും. വല്ലാത്തൊരിഷ്ടത്തോടെ അമ്മയുടെ കവളിൽ ചുണ്ടമർത്തിക്കൊണ്ട് കാശി പറഞ്ഞു. അമ്മേ, കല്യാണം കഴിഞ്ഞ് അമ്മ ദേ നമ്മുടെ ആ ഹെൽത്ത് സെന്ററിന്റെ അടുത്തുള്ള 4 കെട്ടിൽ വീട്ടിലാണ് കേട്ടോ താമസിക്കുന്നേ. സേതു അങ്കിൾ ആ വീട് വാങ്ങാൻ തീരുമാനിച്ചു. മനു സന്തോഷത്തോടെ പറഞ്ഞു. അരുന്ധതി കണ്ണ് ചിമ്മാതെ 2 മക്കളുടെ മുഖത്തെ സന്തോഷം മാറി മാറി നോക്കി. അമ്മയുടെ കുഞ്ഞുങ്ങൾക്ക് അത്രയും ഉറപ്പാണോ ആ ജീവിതത്തിൽ ഇനിയെന്നും അമ്മ സന്തോഷമായിരിക്കുമെന്ന്? അവരുടെ മുഖത്തെ നിറഞ്ഞ സന്തോഷം കാണി അല്പം പേടിയോടെ അരുന്ധതി തിറക്കി. സേതു അങ്കിളിനെ അമ്മയ്ക്ക് അറിയില്ലേ? പാവമാണ്. ആ അമ്മമ്മ കൂടെ മരിച്ചതോടെ ഒറ്റയ്ക്കായില്ലേ? അമ്മയെ അങ്കിളിന് ഒരുപാട് ഇഷ്ടമാണ്. മനു അവരുടെ കവളിൽ ഒന്ന് വലിച്ചു വിട്ടുകൊണ്ട് പറഞ്ഞു. അമ്മയെ താലികെട്ടി കൂടെ കൂട്ടി ഞങ്ങൾ 2 മക്കളും തന്ന് അമ്മയെ കാണാനില്ല എന്ന് അറിഞ്ഞിട്ട് ഒന്ന് അന്വേഷിക്കാൻ പോലും മെനക്കെടാതെ ആരോടൊപ്പമേ ഒളിച്ചോടി എന്ന് പറഞ്ഞ് മാസങ്ങൾക്കകം വേറെ ഒരു സ്ത്രീയെ കൂടെ കൂട്ടിയ മനുഷ്യനാണ് ഞങ്ങളുടെ അച്ഛൻ എന്ന് പറയുന്ന ആൾ. അങ്ങനെ നോക്കുമ്പോൾ അമ്മയെ ഒരിക്കലും കിട്ടില്ല എന്ന് ഉറപ്പുണ്ടായിട്ടും ദൂരെ ഇരുന്ന് അമ്മയെ പ്രാണനെ പോലെ സ്നേഹിക്കുന്ന, അമ്മയുടെ സന്തോഷങ്ങളിൽ സന്തോഷിക്കുന്ന, സങ്കടങ്ങളിൽ വേദനിക്കുന്ന ആ മനുഷ്യന് ഞങ്ങളുടെ മനസ്സിൽ ദൈവത്തിന്റെ സ്ഥാനമാണ്. അമ്മ ആ ഒരാൾക്കൊപ്പം എന്നും സന്തോഷമായിട്ട് തന്നെ ജീവിക്കും. അത്രയ്ക്ക് നല്ലൊരു മനുഷ്യനാണ് അത്. കാശി പറയുന്നതൊക്കെ കേട്ട് ആലോചനയോടെ ഇരുന്നു അരുന്ധതി. കൊള്ളാം, ഇനി അവൾ ഈ വയസ്സുകാലത്ത് കല്യാണം കഴിക്കാത്ത കുറവ് മാത്രമേ ഉള്ളൂ. അല്ല, ഇവളെ പോലെയുള്ളവളെ കെട്ടാൻ മുട്ടി നിന്ന് അയാൾ എങ്ങനെയുള്ളവനായിരിക്കും? അരുന്ധതിയുടെ വിവാഹം തട്ടത്തുമല ശിവപാർവതി ക്ഷേത്രത്തിൽ വെച്ച് വരുന്ന ഞായറാഴ്ച നടത്താൻ തീരുമാനിച്ച വിവരം സോണി പറഞ്ഞറിഞ്ഞതും ഹേമയുടെ മറുപടി ഇതായിരുന്നു. അയ്യോ, നിങ്ങൾക്ക് ആ ആളെപ്പറ്റി കൃത്യമായിട്ട് അറിയാത്തത് കൊണ്ടാണ്. പുള്ളിക്കാരന്റെ പേര് സേതുമാധവൻ, അധ്യാപകനാണ്. അച്ഛനും അമ്മയും ഒക്കെ മരണപ്പെട്ടു. ഒരു ചേച്ചിയുണ്ട്. പുള്ളിക്കാരി ഫാമിലിക്കൊപ്പം പൂനെയിലാണ്. വിവാഹത്തിന് വരും കേട്ടോ. പിന്നെ അപ്പുവിന്റെ അച്ഛന്റെ ഫാമിലി മുഴുവൻ കല്യാണത്തിന് വരും എന്നാണ് കേട്ടത്. പിന്നെ മറ്റേ മരുമകളില്ലേ അനു, അതിന്റെ ആളുകൾ. പിന്നെ എന്തായാലും ഞാൻ പോകുന്നുണ്ട്. എനിക്ക് അമ്മയുടെ കഴുത്തിൽ അവരെ അറിയിക്കുന്ന മനുഷ്യന്റെ താലി വീഴുന്നത് കാണാൻ വലിയ ആഗ്രഹമാണ്. ഇത്രയും നല്ല ഒരാളെ കിട്ടാൻ അരുന്ധതിക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളത് എന്നാണ് ഹേമ ചിന്തിച്ചത് എങ്കിൽ അർഹതയില്ലാത്ത തന്റെ കയ്യിൽ വന്നു ചേർന്ന വിലയേറിയ മാണിക്യമായിരുന്നു അരുന്ധതി എന്ന് ഒരിക്കൽ കൂടെ തിരിച്ചറിയുകയായിരുന്നു അനന്തൻ. അതിന് അർഹതപ്പെട്ടവന്റെ കയ്യിൽ ഭദ്രമായിരിക്കട്ടെ. ഹേമയുടെ കുശുമ്പ് നിറഞ്ഞ മുഖവും അനന്തന്റെ വേദന നിറഞ്ഞ മുഖവും സോണിയിൽ ഒരുപോലെ സന്തോഷം നിറച്ചു. നീ എന്തിനാ സോണി ഇപ്പോൾ അതൊക്കെ അച്ഛൻ കേൾക്കെ പറയാൻ പോയത്? മുറുക്കി പുറത്തേക്ക് ഇറങ്ങിച്ചെന്ന് അവളോട് ഇഷ്ടക്കേടോടെ ആദ്യ തിരക്കി. പിന്നെ പറയാതെ, ഇനി 3 ദിവസമല്ലേ ഉള്ളൂ വിവാഹത്തിന്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല എങ്കിൽ ഇവിടെ വന്ന് പറയാൻ വേറെ ആരെങ്കിലും ഉണ്ടോ? ആദിയുടെ ചോദ്യത്തെ നിസ്സാരമാക്കി കളഞ്ഞു സോണി. അച്ഛന് വിഷമമായിട്ടുണ്ടാകും, ആദി വല്ലായ്മയോടെ പറഞ്ഞു. അരുന്ധതിയമ്മ വേറെ വിവാഹം കഴിക്കുന്നത് നിങ്ങളുടെ അച്ഛൻ എന്തിനു വിഷമിക്കണം? അങ്ങേരുടെ ഭാര്യ ദേണ്ടെ തൊട്ടടുത്ത് തന്നെ നീണ്ടു നിവർന്ന് കിടക്കുവല്ലേ? ആദിയുടെ വായ അടപ്പിച്ചുകൊണ്ട് സോണി പുച്ഛത്തോടെ പറഞ്ഞു. എന്താണ് അപ്പൂട്ട എന്റെ കുഞ്ഞിന്റെ ഈ കുഞ്ഞിത്തലയിൽ ഇരുന്ന് പുകയുന്നത്? താൻ കയറി വന്നത് പോലും അറിയാതെ കടുത്ത ആലോചനയോടെ ദിവാങ്കോട്ടിൽ കമിഴ്ന്നു കിടക്കുന്നവൾക്ക് അരികിൽ ഒട്ടിച്ചേർന്ന് കിടന്ന് കാശി തിരക്കി. കാശിയേട്ടൻ എപ്പോ വന്നു? ഇവിടുന്ന് എഴുന്നേറ്റേ, നിലത്ത് വീണു പോകുമേ. തന്റെ ദേഹത്ത് ഒട്ടിപ്പിടിച്ചിരിക്കുന്നവനെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് അപ്പു പറഞ്ഞു. നിലത്തൊന്നും വീഴില്ല. അതിനുള്ള വഴിയൊക്കെ ഞാനിപ്പോൾ ഉണ്ടാക്കിയില്ലേ. ഇപ്പോൾ 2 ആൾക്ക് കിടക്കാനുള്ള സ്ഥലമില്ലേ? നോക്കിയേ. ദിവാനിൽ മലർന്നു കിടന്നിട്ട് അപ്പുവിനെ പൊക്കിയെടുത്ത് നെഞ്ചിൽ കിടത്തിക്കൊണ്ട് അവൻ തിരക്കി. എല്ലാത്തിനും പരിഹാരം കണ്ടോളും. കയ്യിലിരിപ്പൊക്കെ കള്ളത്തരമാണ്. അവന്റെ നെഞ്ചിൽ മൃദുവായി കടിച്ചുകൊണ്ട് ഒരു കള്ളച്ചിരിയോടെ അപ്പു പറഞ്ഞു. ഓടി, ഞാൻ എന്ത് കള്ളത്തരം ചെയ്തു എന്നാണ് നീ പറയുന്നത്? അപ്പുവിന്റെ മുഖത്തും കഴുത്തിലുമൊക്കെ മീശയും താടിയും കൊണ്ട് ഉരസി ഇക്കിളിയിട്ടുകൊണ്ട് കാശി അവളെ നോക്കി. ഇല്ല, എന്റെ കാശിയേട്ടൻ നല്ലതാണ്. കള്ളത്തരം ഒന്നുമില്ല. ഇനി ഇങ്ങനെ ചെയ്യല്ലേ, ഇക്കിളിയാവുന്നു.
അവൻ്റെ നെഞ്ചത്ത് കിടന്ന് കുതറിപ്പിടഞ്ഞ് ചിരിച്ചുകൊണ്ട് പെണ്ണ് പറഞ്ഞു. എന്നാ പറഞ്ഞു? ഞാൻ വന്നപ്പോൾ അതുപോലും അറിയാതെ എന്തായിരുന്നു ആലോചിച്ചു കൊണ്ടിരുന്നത്? അവളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് കാശി വീണ്ടും തിരക്കി. വേറൊന്നും ഇല്ലെൻ്റെ കാശിയേട്ടാ, ഞാൻ ആ സേതുങ്കളിൻ്റെ കാര്യം ഓർത്തതാണ്. കാശിയുടെ നെഞ്ചോരം ചേർന്ന് കിടന്ന് അവൻ്റെ കഴുത്തിൽ മുഖം വീഴ്ത്തിക്കൊണ്ട് അപ്പു പറഞ്ഞു. അതെന്താ അപ്പോ പ്രത്യേകിച്ച് ഓർക്കാൻ? കാശി അവളുടെ അഴിഞ്ഞു ചിതറിക്കിടന്ന തലമുടിയൊക്കെ ഒതുക്കി വെച്ചു കൊടുത്തിട്ട് തിരക്കി. അതില്ലേ, ആ ആളില്ലേ, സേതു അങ്കിൾ. നല്ല ആളാണ് അല്ലേ കാശിയേട്ടാ? എല്ലാവരോടും സ്നേഹമാണ്. അതുപോലെ അമ്മായിയെ എന്തോരം ഇഷ്ടമാണ് എന്നറിയോ? അമ്മായിനെ നോക്കുമ്പോൾ ആ കണ്ണും മുഖവും ഒക്കെ തിളങ്ങും. അപ്പു വിടർന്ന കണ്ണോടെ പറഞ്ഞു. അതാണോ എൻ്റെ കൊച്ച് എല്ലാം മറന്ന് ചിന്തിച്ചു കൊണ്ടിരുന്നത്? എനിക്ക് അതൊക്കെ നേരത്തെ മനസ്സിലായത് കൊണ്ടല്ലേ ഈ കല്യാണത്തിന് അമ്മയെ അത്രയേറെ ഞാൻ നിർബന്ധിച്ചത്. കഴുത്തിൽ മുഖം പൂഴ്ത്തി കിടക്കുന്നവളുടെ തലയിൽ ചേർന്ന് കിടന്നുകൊണ്ട് കാശി പറഞ്ഞു. ഇന്നലെ ഡ്രസ്സ് എടുക്കാൻ പോയപ്പോൾ ഇല്ലേ കാശിയേട്ടാ, ഞാൻ എന്തോ ചോദിക്കാൻ വേണ്ടി അങ്കിൾ എന്ന് വിളിച്ചേ. അപ്പോൾ പറയാ കാശി വിളിക്കും പോലെ അച്ചാന്ന് വിളിക്കണമെന്ന്. എനിക്ക് കരച്ചിൽ വന്നുപോയി അങ്ങനെ പറഞ്ഞപ്പോൾ. പറയുമ്പോൾ ഇപ്പോഴും സങ്കടം വന്നിട്ടെന്ന പോലെ അവളുടെ ശബ്ദം ഒന്ന് പതിഞ്ഞു പോയത് കാശി അറിഞ്ഞു. അതെന്തിനാ സങ്കടം? ഞാൻ ഇന്ന് ആളെ കാണാൻ പോയപ്പോൾ ഇതുപോലെ എന്നോടും പറഞ്ഞു, അങ്കിൾ എന്ന് വിളിക്കേണ്ട, അച്ഛൻ എന്ന് തന്നെ വിളിക്കണമെന്ന്. അപ്പോൾ എൻ്റെ പെണ്ണും അങ്ങനെ തന്നെ വിളിച്ചാൽ മതിയെന്ന് അച്ഛന് തോന്നിയിട്ടുണ്ടാവും. അതിന് എൻ്റെ കുഞ്ഞിപ്പെണ്ണിന് സങ്കടവും കരച്ചിലുമൊക്കെ എന്തിനാ? അവളുടെ തലയിൽ ചുണ്ടമർത്തി വെച്ചുകൊണ്ട് കാശി ചോദിച്ചു. എന്നോട് ആരും ഇതുവരെ ഇങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. പണ്ട് മിച്ചേച്ചി അമ്മാവൻ കൊഞ്ചിച്ചുകൊണ്ട് നടക്കുമ്പോൾ ഞാൻ കൊതിയോടെ നോക്കി നിന്നിട്ടുണ്ട് കാശിയേട്ടാ. എനിക്ക് അച്ഛനുണ്ടായിരുന്നുവെങ്കിൽ ഇതുപോലെയൊക്കെ എന്നെയും കൊണ്ട് നടന്നേനെ എന്നൊക്കെ അന്ന് ഞാൻ ഓർത്തിട്ടുണ്ട്. അവനെ ചുറ്റിപ്പിടിച്ചു കിടന്ന് എന്തൊക്കെയോ ഓർമ്മയിൽ പറയുമ്പോൾ അപ്പുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അപ്പോ വിഷമിക്കില്ലേടി, നിനക്കില്ലാതെ ഇരുന്നതും എനിക്കുണ്ടായിരുന്നതുമൊക്കെ ഒരുപോലെയല്ലേ? ഇതിപ്പോൾ നമുക്ക് രണ്ടാൾക്കും ഒരുപോലെ അച്ഛനെ കിട്ടിയില്ലേ? ഇനി ആരില്ലെങ്കിലും എനിക്ക് നീയും നിനക്ക് ഞാനുമില്ലേ? അത് മതി. അവളുടെ മുഖം കൈവെള്ളയിൽ പൊതിഞ്ഞു പിടിച്ച് ആ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. ഞാൻ ഇനി ആ അങ്കിളിനെ അച്ഛ എന്നേ വിളിക്കൂ, അങ്ങനെയേ വിളിക്കൂ. അവൻ്റെ നെഞ്ചോരം പതുങ്ങിക്കിടന്നുകൊണ്ട് അപ്പു പറഞ്ഞു. അവളെ പൊതിഞ്ഞു പിടിച്ച് ആ തലയിൽ തലോടിക്കൊണ്ട് നനവൂറിയ കണ്ണുകൾ അടച്ചു കിടന്നു കാശി. നാളെ നമുക്ക് കല്യാണം കഴിഞ്ഞ് നേരെ പോകേണ്ടത് അഭിരാമത്തിലേക്കാണ് അമ്മേ. കാശി അരുന്ധതിയുടെ കയ്യിൽ പിടിച്ച് അടുത്തിരുത്തിക്കൊണ്ട് പറഞ്ഞു. അതെന്തിനാ നാളെ അങ്ങോട്ട് പോകുന്നത്? എനിക്ക് അവിടെ ഉള്ളവരെ ആരെയും കാണാൻ ഒരാഗ്രഹവുമില്ല മോനെ. പറയുമ്പോൾ അരുന്ധതിയുടെ മുഖത്ത് ഇഷ്ടക്കേട് നിറഞ്ഞു. എൻ്റെ അമ്മയ്ക്ക് അവിടെ ആരെയും കാണാനില്ല എന്നൊക്കെ എനിക്കറിയാം. പക്ഷേ എൻ്റെ അമ്മ ഞാൻ മനസ്സുകൊണ്ട് അച്ഛനായി അംഗീകരിച്ച ആളുടെ താലിയും സിന്ദൂരവും അണിഞ്ഞ് ആ മനുഷ്യനൊപ്പം നിൽക്കുന്നത് അവിടെ ചിലർക്ക് കണ്ണ് നിറയെ കാണിച്ചു കൊടുക്കണം എനിക്ക്. അമ്മയുടെ തോളോട് ചേർന്നിരുന്ന് കുഞ്ഞുങ്ങളെ പോലെ വാശിയോടുകൂടി കാശി പറഞ്ഞു. എന്തിനാടാ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി എന്തിനാ മോനെ അതൊക്കെ വീണ്ടും ചികഞ്ഞെടുക്കുന്നത്? അരുന്ധതി അവൻ്റെ തലയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു. ഒന്നും കഴിഞ്ഞിട്ടില്ല. എൻ്റെ അമ്മയുടെ സന്തോഷം നിറഞ്ഞ ജീവിതം അയാളും അവരും കാണണം. അയാളെക്കാളും എല്ലാം കൊണ്ടും മികച്ചൊരാളെ തന്നെ അമ്മയ്ക്ക് കിട്ടിയെന്ന് അവർ മനസ്സിലാക്കണം. അതുകൊണ്ട് സമാധാനമില്ലാതെ നീറണം രണ്ട്. ഇത്തവണ കാശിയുടെ മുഖത്ത് വാശിയായിരുന്നില്ല, അനന്തനോടും ഹേമയോടുമുള്ള പകയായിരുന്നു മുന്നിട്ട് നിന്നത്. അത് വേണോടാ? അരുന്ധതി മടിയോടെ എല്ലാവരെയും നോക്കി. വേണം അമ്മായി. അമ്മായിക്കും അച്ഛനുമൊപ്പം എൻ്റെ കാശിയേട്ടനും മനുവേട്ടനും കൂടെ നിൽക്കുമ്പോൾ രണ്ടാളുടെ മുഖവും ഭാവവും ഒക്കെ ഞങ്ങൾക്ക് കാണണം. അപ്പു കൂടെ വാശിയോടെ പറഞ്ഞതും അരുന്ധതി സമ്മതമെന്ന പോലെ കാശിയുടെ കയ്യിൽ മുറുകെ പിടിച്ചു. തട്ടത്തുമല ക്ഷേത്രത്തിലെ ശിവപാർവതി സന്നിധിയിൽ വെച്ച് വർഷങ്ങൾ നീണ്ട തൻ്റെ പ്രണയത്തിൻ്റെ മഞ്ഞ നൂലിൽ കോർത്തെടുത്ത ഒരു തരി പൊന്നിൽ സ്വന്തമാക്കുമ്പോൾ സേതുമാധവന്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞിരുന്നു. അരുന്ധതിക്കും സേതുവിനും ചുറ്റും മക്കളും മരുമക്കളും ശിവദാസനും സേതുവിൻ്റെ സഹോദരിയും അവളുടെ മകനും കുടുംബവും ഒക്കെ ഉണ്ടായിരുന്നു. അവർക്കൊപ്പം തന്നെ അമീർ അലിയുടെ കുടുംബവും അനുവിൻ്റെ കുടുംബവും ഒക്കെ സന്തോഷത്തോടെ ആ കാഴ്ച കണ്ടു നിന്നു. അവരിൽ നിന്നൊക്കെ അല്പം മാറി തൻ്റെ അച്ഛൻ ഉൾപ്പെടെ ഉള്ളവർ ചതിച്ചു വീഴ്ത്തിയ അരുന്ധതിയുടെ ജീവിതത്തിലെ ആ സന്തോഷ നിമിഷം കാണാൻ അവളും ഉണ്ടായിരുന്നു. സോണി അരുന്ധതിയുടെ കൈപിടിച്ച് സേതുവിനെ ഏൽപ്പിച്ചത് ശിവദാസനായിരുന്നു. അറിയാമല്ലോ സേതു, കഴിഞ്ഞ 30 വർഷമായി കണ്ണിലെ കൃഷ്ണമണി പോലെ ഞാൻ കാത്തു സൂക്ഷിച്ചതാണ് ശാന്തിയെ. ഇനി നിന്റെ കയ്യിൽ അവൾ ഭദ്രമായിരിക്കണം. ആ കൈക്കുള്ളിൽ അനിയത്തിയുടെ കൈ പിടിച്ച് ചേർത്ത് വെക്കുമ്പോൾ വിറയാർന്ന ശബ്ദത്തിൽ ശിവദാസൻ പറഞ്ഞു. എന്നെ വിശ്വാസമില്ലേ അളിയന്? അത്രയേ സേതു ചോദിച്ചുള്ളൂ. അതിനു മറുപടി ഏതും പറയാതെ അയാൾ അളിയനെയും അനിയത്തിയെയും ചേർത്ത് പിടിച്ചിരുന്നു. ഇനി നേരെ അഭിരാമത്തിലേക്കല്ലേ? ഊട്ടുപുരയിൽ നിന്ന് കല്യാണ സദ്യ കഴിഞ്ഞിറങ്ങുമ്പോൾ ഇസ്മായിൽ തിരക്കി. പിന്നല്ലാതെ, അവിടെ പോയിട്ട് അങ്കിളിൻ്റെ വീട്ടിലേക്ക് പോകൂ അല്ലേ കാശി ചേട്ടാ? അമ്ന ആവേശത്തോടെ തിരക്കി. ഊവല്ലോ, നമ്മൾ ഇന്നലെ തന്നെ എല്ലാം പറഞ്ഞ് സെറ്റാക്കി വച്ചിരുന്നതല്ലേ? കാശി കൂടെ പറഞ്ഞതും പിന്നെ ആർക്കും ചോദ്യമോ പറച്ചിലോ ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും വന്ന കാറുകൾ തന്നെ കയറി നേരെ അഭിരാമത്തിലേക്ക് തിരിച്ചു.